കുടുംബത്തിനും എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അർഹമുർറഹീമായ റബ്ബ് നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളൊന്നും അർഹമുർറഹീമായ റബ്ബ് നമുക്ക് തരാതിരിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ഫറജും മഖ്റജും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പലയിടങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. സുദീർഘമാണ് അവരുടെ ചരിത്രം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ കഥയല്ല ചരിത്രം. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി വിവിധ ഇടങ്ങളിൽ വിവരിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം കടലിൽ വെച്ച് വിഴുങ്ങിയപ്പോ ഒരു കടുത്ത പരീക്ഷണമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിച്ചത്. കാരണം ഭീമാകാരമായ ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെടുകയാണ്. അതിനുള്ളിലേക്ക് എത്തിയപ്പോ തന്നെ റബ്ബിന്റെ നിർദ്ദേശം ആ മത്സ്യത്തിന് വന്നു. മത്സ്യമേ, നിന്റെ ഭക്ഷണമല്ല നിന്നിലേക്ക് വന്നിട്ടുള്ളത്, എന്റെ പ്രവാചകനാണ് നിന്റെ വയറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് താൽക്കാലിക സൗകര്യം ഒരുക്കി കൊടുത്ത് ഭക്ഷണമാക്കാതെ സംരക്ഷണം ഏറ്റെടുക്കണം. സംരക്ഷിക്കാനാണ് നിന്റെ വയറ്റിലേക്ക് ഞാൻ എന്റെ പ്രവാചകനെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് മത്സ്യത്തോട് റബ്ബിന്റെ നിർദ്ദേശം വരികയാണ്. അങ്ങനെ മത്സ്യത്തിന്റെ വയറിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കഴിഞ്ഞ രംഗവും സന്ദർഭവും സാഹചര്യവും പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയാണ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതകരമായി ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്തെത്തിക്കുകയാണ്, കരക്കെത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കനത്ത പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അതൂൻ. പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായി ദിക്ർ ചെല്ലുന്ന മഹാനായിരുന്നു. ധാരാളമായി ദിക്ർ ചെല്ലുന്ന മഹാൻ, ധാരാളമായി തസ്ബീഹ് ചെല്ലുന്ന മഹാൻ, ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ. ആ ഓർമ്മ കൊണ്ടും ആ ദിക്ർ കൊണ്ടും ആ തസ്ബീഹ് കൊണ്ടുമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഏത് പരീക്ഷണം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് തരങ്ങളിലുള്ള രോഗങ്ങൾ വന്നാലും ദിക്ർ കൊണ്ട്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, അല്ലാഹുവിനുള്ള സ്മരണ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായി ദിക്ർ ചെല്ലുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അതൂൻ. ഖിയാമം വരെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നുവെന്ന്, അല്ല ആ മത്സ്യത്തിന്റെ വയറ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറായി മാറുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ധാരാളമായി ദിക്ർ
ചെല്ലുന്ന പ്രകൃതം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫി ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമം വരെ ഖബറായിക്കൊണ്ട് ആ മത്സ്യത്തിന്റെ വയറ് ഖബറായിക്കൊണ്ട് അവിടെ കിടക്കേണ്ടി വരുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ കടുത്ത പരീക്ഷണത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന്, അല്ലാഹുവിന്റെ ആ വലിയ പരീക്ഷയിൽ വിജയിക്കാനുള്ള തൗഫീഖ് ഉണ്ടായത് ധാരാളമായി ദിക്ർ ചെല്ലുന്ന മഹാനായത് കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നൽകുന്ന പാഠം, നമ്മൾ ധാരാളമായി ദിക്ർ ചെല്ലുമ്പോൾ, നമ്മൾ ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കുമ്പോ, നമ്മൾ ധാരാളമായി റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ, റബ്ബിനെ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളല്ലാതായി മാറുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് അസുഖങ്ങളാകട്ടെ, ശാരീരിക അസുഖങ്ങളാകട്ടെ, ബാഹ്യമായ അസുഖങ്ങളാകട്ടെ, ആന്തരികമായ അസുഖങ്ങളാകട്ടെ, പൈശാചിക ബുദ്ധിമുട്ടുകളാകട്ടെ, മറ്റു പരീക്ഷണങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചെല്ലുന്ന, ദിക്ർ ചെല്ലുന്ന, ഇതിന് മഹാന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം ധാരാളമായി മുഴു സമയവും തസ്ബീഹിലാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല മത്സ്യത്തിന്റെ വയറ്റിൽ അങ്ങ് പെട്ടതോടുകൂടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഈ ദിക്ർ ധാരാളമായി ചൊല്ലാൻ തുടങ്ങി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ദിക്റിന്റെ പവർ കൊണ്ട്, ആ ദിക്റിന്റെ ഗൗരവം കൊണ്ട്, ദിക്റിന്റെ കരുത്ത് കൊണ്ട് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ എന്ത് വിഷമം വരുമ്പോഴും, എന്ത് പ്രതിസന്ധി വരുമ്പോഴും, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും, ഏത് തരങ്ങളിലുള്ള പരീക്ഷണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുക. നമ്മളിപ്പോ ഒരു മുസീബത്ത് കണ്ടാൽ, ഒരാൾ മരിച്ചത് കേട്ടാൽ, ഒരാൾക്കൊരു വിഷമം വന്നതറിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ദിക്ർ എന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابهم مصيبة قالوا الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഒരു മുസീബത്ത് വന്നാൽ, ഒരു വിഷമം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ അർത്ഥം സഹോദരിമാരെ? എന്താ അതിന്റെ അർത്ഥം സഹോദരങ്ങളെ? ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങേണ്ടവരാണ് നമ്മളൊക്കെ. നമ്മുടെ ബാപ്പമാരെവിടെ? നമ്മുടെ വല്യപ്പമാരെവിടെ? അവരെ ഉപ്പമാരെവിടെ? അവരൊക്കെ ഒരു കാലത്ത് ഇവിടെ കാരണവന്മാരായി, വലിയ ധീരന്മാരായി, വലിയ പ്രമാണിമാരായി ജീവിച്ചവരല്ലേ ഈ ഭൂമിയിൽ. പക്ഷേ അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ഇന്ന് പള്ളിക്കാട്ടിലല്ലേ? അവരൊക്കെ ഇന്ന് ഖബറിലല്ലേ? ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിന്റെ ആളുകളാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ വിളിക്കുമ്പോ ആ സ്പോട്ടിൽ അത് 10:30 റബ്ബ് കണക്കാക്കിയതെങ്കിൽ 10:29 ആകില്ല, 10:31 ആകില്ല, 10:30 തന്നെ ആള് മരിച്ചിട്ടുണ്ടാകും. നമ്മൾ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ബോധമുള്ളവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഈ ബോധമുള്ളവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇവരാണ് യഥാർത്ഥത്തിൽ സത്യമാർഗം പിൻപറ്റിയവർ, ഇവർക്കാണ് ഹിദായത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ.
അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു ബോധം, ആത്മീയമായ ബോധം, നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകളാണ് എന്ന ബോധം മനുഷ്യനുണ്ടാവുക എന്നതാണ് പ്രധാനം. പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് വിവരിക്കുകയാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഏത് പ്രമാണിയായാലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും, എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ പറയും, എവിടുക്കാ കൊണ്ടുപോവാ? പെട്ടെന്ന് അങ്ങ് തളർന്നു വീണ് കഴിഞ്ഞാൽ, അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ, നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ, സംസാരശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ചുറ്റും കൂടെ നിൽക്കുന്ന ആളുകൾ പറയും, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ കൊണ്ടുപോവുക? ഏത് ഡോക്ടറെയാണ് നമ്മൾ കാണുക? ഏത് ഡോക്ടറുടെ അടുത്തേക്കാണ് നമ്മൾ കൊണ്ടുപോവുക? സത്യത്തിൽ നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന ഓപ്ഷൻ പോലും നമുക്കില്ല. മിംസിക്ക് പോണോ, അൽമാസിക്ക് പോണോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിക്ക് പോണോ, മെട്രോക്ക് പോണോ, ഇതൊന്നും നമ്മുടെ ഓപ്ഷനേ അല്ല. ആരെങ്കിലും എടുത്ത് താങ്ങി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു പക്ഷേ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കും. ഒരു പക്ഷേ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നത് ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കും. നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, നമുക്ക് വിഷമത്തിന്റെ ഉച്ചസ്ഥായിയിൽ നമ്മൾ നിൽക്കുകയാണല്ലോ. അങ്ങേയറ്റം കഠിനമായ വേദന നെഞ്ചിന് വന്നിട്ട് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ, മോളെ ഞാൻ പോവുകയാണ് എന്ന് ഭാര്യയോട് പറയാൻ കഴിയാതെ, മക്കളെ ബാപ്പ പോവുകയാണ് എന്ന് മക്കളോട് പറയാൻ കഴിയാതെ, സഹോദരങ്ങളോടും ബാപ്പയോടും ഉമ്മയോടും ഒന്ന് യാത്ര പോലും പറയാൻ കഴിയാതെ, ഒരക്ഷരം ഉരിയിടാൻ കഴിയാതെ കടുത്ത നെഞ്ചുവേദനയിൽ പിടയുന്ന മനുഷ്യൻ, കൂടെ നിൽക്കുന്ന ആളുകൾ, അയൽവാസികളൊക്കെ ഓടി വരും. അല്ലെങ്കിൽ അങ്ങാടിയിലാണ് തളർന്നു വീണതെങ്കിൽ കടക്കാർ ഓടി വരും. എവിടേക്കാ അയാളെ കൊണ്ടുപോവുക? നേരെ വിട്ടോളി മിംസിലേക്ക്, നേരെ വിട്ടോളി മെട്രോയിലേക്ക്, നേരെ വിട്ടോളി മെഡിക്കൽ കോളേജിലേക്ക്. ഇങ്ങനെ ആളുകൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്ന ഘട്ടം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഖീല മൻ പക്ഷേ ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ നെഞ്ചുവേദന വന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് കൃത്യമായി അറിയാം, അന്നഹുൽ ഫിറാഖ്, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ്, ഞാൻ എന്റെ ഭാര്യയോട് വിട പറയുകയാണ്. ഒരു 10-20 കൊല്ലം 10-30 കൊല്ലം പ്രിയ പത്നിയോടൊപ്പം ജീവിച്ചവനാണ്. ഇന്ന് വിട പറയുന്ന ദിവസമാണ്. ഇന്ന് മക്കളോട് വിട പറയുന്ന ദിവസമാണ്. അയൽവാസികളോട് വിട പറയുന്ന ദിവസമാണ്. ഇന്ന് ഉപ്പയോടും ഉമ്മയോടും വിട പറയുന്ന ദിവസമാണ്. നമ്മുടെ ബംഗ്ലാവുകളോട് വിട പറയുന്ന ദിവസമാണ്. നമ്മുടെ കാറുകളോടും കാർ പോർച്ചുകളോടും വിട പറയുന്ന ദിവസമാണ്. നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളോട് വിട പറയുന്ന ദിവസമാണ്. സ്വന്തം നാടിനോടും രാഷ്ട്രത്തോടും ഭൂമിയോട് തന്നെ വിട പറയുന്ന ദിവസമാണ്. ഇന്ന് വിട പറച്ചിലിന്റെ ദിവസമാണ്. മക്കളെ ഞാൻ പോകട്ടെ എന്നൊന്ന് പറയാനുള്ള അവസരം മനുഷ്യന് കിട്ടുന്നില്ല. ഉമ്മ ഞാൻ പോവുകയാണെന്ന് ഉമ്മയോടൊന്ന് പറയാൻ കഴിയുന്നില്ല. ഭാര്യയോട് പ്രിയപ്പെട്ടവളെ ഞാൻ പോവുകയാണെന്നൊന്ന് പറയാനുള്ള അവസരം ഒരു മനുഷ്യനും കിട്ടുന്നില്ല. ആംബുലൻസ് ചീറിപ്പാഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് ശീഘ്രഗതിയിൽ കുതിക്കുമ്പോഴും ഈ വ്യക്തിക്കറിയാം, അന്നഹുൽ ഫിറാഖ്, മക്കളെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല. മെട്രോയിലേക്കാണെങ്കിലും മിംസിലേക്കാണെങ്കിലും മെഡിക്കൽ കോളേജുകളിലേക്കാണെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അന്നഹുൽ ഫിറാഖ്, ഞാൻ പോവുകയാണ് ട്ടോ എന്ന് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. ഖുർആനിന്റെ പ്രയോഗം ആലോചിച്ച് നോക്കൂ. വൽതഫത്തി സാഖു ബിസാഖ്, കാലുകളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിടിച്ച് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ പിരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണത്. കൊടിയ വേദന വന്നിട്ട് റൂഹ് പിരിഞ്ഞു പോകുന്നതിന്റെ കഠിന വേദനയിൽ മരിക്കാൻ പോകുന്ന മനുഷ്യൻ കാലുകളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ.
അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മനുഷ്യ, അന്ന് നീ നിന്റെ റബ്ബിലേക്ക് പോകുന്ന ദിവസമാണ്. നീ ചിലപ്പോ 30 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും, നീ ചിലപ്പോ 60 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും, നീ ചിലപ്പോ 80 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നെങ്കിലും അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണല്ലോ, എന്നെങ്കിലും അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണല്ലോ. നമ്മളൊക്കെ മരിക്കുന്ന ഒരു ദിവസം ഏതോ ഒരു കലണ്ടറിൽ ഉണ്ടല്ലോ. നമ്മളൊക്കെ മരിക്കുന്ന ഒരു ദിവസം ഏതോ ഒരു കലണ്ടറിൽ ഉണ്ടല്ലോ. ചുമരിൽ തൂങ്ങുന്ന ഒരു കലണ്ടറിൽ ഒരു പക്ഷേ ഉണ്ടാകും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിലെ ഒരു കലണ്ടറിൽ നമ്മൾ മരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു ദിവസമുണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ, ഒരു സ്ഥലമുണ്ടല്ലോ. അതൊരു പക്ഷേ ഹോസ്പിറ്റലിലാവാം, അതൊരു പക്ഷേ ബെഡ്റൂമിലാകാം, അതൊരു പക്ഷേ റോട്ടിലാകാം, അതൊരു പക്ഷേ അങ്ങാടിയിൽ വെച്ചാവാം. അല്ലാഹു നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതിനാണ് അസ്മാൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ എന്നോടൊരു സഹോദരി പറഞ്ഞു, ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണം. കടുത്ത വേദന വന്നപ്പോ ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, നിങ്ങൾ ഇത് ഒന്ന് ഗൗരവത്തിൽ കാണണം, തിരുവനന്തപുരത്തൊന്ന് പോയി കാണിക്കലാണ് നല്ലത്. RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരത്ത് പോയി കാണിക്കലാണ് നല്ലതെന്ന് ഡോക്ടർമാര് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വളരെ വിഷമിച്ച് കഴിയുകയാണ് ആ സഹോദരി. കടുത്ത വേദന ഈ ബ്രസ്റ്റിന്റെ ഭാഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോഴേക്കും ഭക്ഷണം വേണ്ട. ആ പെണ്ണ് പറയുകയാണ് എന്നോട്, ഉസ്താദേ അത് കേട്ടത് മുതൽ ഭക്ഷണം വായിലൂടെ ഇറങ്ങുന്നില്ല, പേടിച്ചിട്ട്. കാരണം ക്യാൻസർ റിസൾട്ട് വരുമോ എന്ന്, ക്യാൻസർ ആണെന്ന് RCCയിൽ നിന്ന് റിസൾട്ട് വരുമോ എന്ന പേടിയിലാണ് ആ സഹോദരി. ഇങ്ങനെ എത്ര ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ പരിപാടിയിൽ സ്വസ്ഥമായി വന്നിരിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ സ്വസ്ഥമായി വന്നിരിക്കുന്നത് നമ്മുടെ ഹാർട്ടിന് കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ സ്വസ്ഥമായി വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് വയ്യെങ്കിൽ, നമ്മുടെ മക്കൾ കാഷ്വാലിറ്റിയിലാണെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസിയിലാണെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിലാണെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിലാണ് നമ്മുടെ മക്കൾ കിടക്കുന്നതെങ്കിൽ ആർക്കാണ് ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായി വന്നിരിക്കാൻ കഴിയുക? ആർക്കാണ് ഇങ്ങനെ സ്വസ്ഥമായി വാഴ്ന്നു കേൾക്കാൻ കഴിയുക? നമുക്ക് തന്നെ നന്നായി ഒന്ന് നെഞ്ചു വേദന വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ തളർന്നു പോകില്ലേ? പടച്ചോനെ ഞാൻ പോകാനായോ എന്ന് നമുക്ക് തോന്നില്ലേ? ഒരുപക്ഷെ ഗ്യാസിന്റെ വേദനയേക്കാരം, എന്നാൽ പോലും മനുഷ്യന് ബേജാറാണ്. പടച്ചോനെ ഞാൻ പോകാനായോ എന്ന ബേജാറാണ്. ഞാൻ റബ്ബിലേക്ക് പോകുന്ന ദിവസമാണോ ഇത് എന്ന ബേജാറാണ്. അതാണ് ഖുർആൻ പറയുന്നത്, വവന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ്. അന്ന് മനുഷ്യൻ കാലുകളിട്ട് ഇങ്ങനെ അടിക്കുന്ന രംഗം മനുഷ്യ നിനക്ക് കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. മരിക്കുന്ന ഒരാളടുത്തൊന്ന് പോയേക്കാ മതി. കഠിന വേദനയിൽ ആ മനുഷ്യൻ കിടന്ന് ഇങ്ങനെ പുളഞ്ഞുകൊണ്ടിരിക്കും. വവന്ന അന്നഹുൽ ഫിറാഖ് والتفت الساق بساق الى ربك يومئذ المساق. അല്ലാഹുവിലേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് പോയതാണ് നമ്മുടെ വല്യപ്പാരൊക്കെ. ഇങ്ങനെ യാത്ര ചെയ്തു പോയതാണ് നമ്മുടെ ഉമ്മമാരും നമ്മുടെ വാപ്പമാരും ഒക്കെ. നമുക്കും ഒരു ദിവസം പോകേണ്ടി വരും. നമ്മളും പള്ളിക്കാട്ടിലെത്തും. നമുക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടത്തപ്പെടും. നമുക്ക് വേണ്ടി അയാൾ മരിച്ചില്ലേ എന്ന് വാട്സപ്പിലൂടെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും. നമ്മുടെ വീട്ടിലേക്ക് മയ്യിത്ത് കട്ടിലെത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആലോചിക്കണം, പടച്ചോനെ ഞാൻ മരിക്കണമെങ്കിൽ എവിടെ ആയിരിക്കും എന്നെ കെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കണം, പടച്ചോനെ ഞാൻ ഇപ്പം മരിക്കണമെങ്കിൽ മയ്യിത്ത് എവിടെ കിടത്തും റബ്ബേ? നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ഒരു ഡൈനിങ് ഹാള്. ആളുകൾക്ക് സ്വസ്ഥമായി മയ്യിത്ത് കണ്ട് തിരിച്ചു പോകാൻ പാകത്തിന് മയ്യിത്ത് കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമല്ലോ. എത്ര ചെറിയ വീടാണെങ്കിലും, എത്ര വലിയ വീടാണെങ്കിലും, എത്ര ചെറിയ വീടാണെങ്കിലും, എത്ര വലിയ വീടാണെങ്കിലും ആ വീട്ടിൽ മയ്യിത്ത് കിടത്താനുള്ള ഒരു സ്ഥലം കണ്ടെത്തുമല്ലോ നാട്ടുകാർ. അതിരിക്കണം. നമ്മള് ഗേറ്റിലൂടെ അങ്ങോട്ട് കടന്നു വരുമ്പോ ചിന്തിക്കണം, നമ്മൾ വലിയ വണ്ടിയിൽ, ബെൻസിൽ, വലിയ വാഹനങ്ങളിൽ, കോടിക്കണക്കിന് രൂപ വില വരുന്ന വണ്ടികളിൽ പോകുമ്പോ
ഗേറ്റ് അങ്ങോട്ട് കടന്ന് പുറത്തേക്ക് പോകുമ്പോ നമ്മൾ ചിന്തിക്കണം, റബ്ബേ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മയ്യത്ത് കട്ടിലെന്ന വാഹനം എന്റെ വീട്ടിലേക്ക് വരുന്നൊരു ദിവസമുണ്ടല്ലോ റബ്ബേ. അന്ന് ഈ ഗേറ്റിലൂടെ എന്നെ താങ്ങി പിടിച്ച് ആളുകൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസം വരുമല്ല റബ്ബേ. മയ്യത്ത് കട്ടിലിൽ എന്നെ താങ്ങി പിടിച്ച് ആളുകൾ കൊണ്ടുപോകുന്ന രംഗം, ആ രംഗത്തിന് സാക്ഷിയാകാൻ അത് കാണുന്ന ഗേറ്റുകളാണല്ലോ റബ്ബേ. ഈ ഗേറ്റുകൾ എന്ന് ഗേറ്റ് കാണുമ്പോ നമുക്കൊരു ബോധമുണ്ടാകണം. നമ്മള് ഗേറ്റ് അവിടെ ഉണ്ടാവും. നമ്മളിപ്പോ പേരെടുക്കുമ്പോ ബേജാറെന്താ, സിമന്റിന് വാറണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളതാണ്. സിമന്റ് എത്ര കാലം നീടുക്കുന്നുള്ളതാണ്. 15 കൊല്ലം എന്ന് പറയുമ്പോ 15 കൊല്ലമുള്ളൂ, 25 കൊല്ലത്തിന് സിമന്റ് ഉണ്ടാ. ഇവൻക്ക് 15 ദിവസം പോലും ഇല്ല, 15 സെക്കൻഡ് പോലും ഇല്ല ഇവന്റെ ഗ്യാരണ്ടി. പേര അവിടെ ഉണ്ടാവും. നമ്മൾ മരിക്കുമ്പോഴും വീട് അവിടെ ഉണ്ടാകും. നമ്മൾ മരിക്കുമ്പോഴും ഗേറ്റ് അവിടെ ഉണ്ടാവും. നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മുറ്റം അവിടെ ഉണ്ടാകും. നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ പറമ്പ് അവിടെ ഉണ്ടാകും. നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാകും. അതിനൊന്നും യാതൊരു മാറ്റം വരില്ല. പക്ഷെ നമ്മളങ്ങ് പോകുന്നതാണ്. നമ്മളെല്ലാം ഇട്ടേച്ചു പോകും. ആരെ കൊണ്ടുപോവാ? നാളെ ഇപ്പൊ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പിന്നെ ഒരു രോഗി വിധേയനായപ്പോ പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ, മൂപ്പരോട് മൂപ്പര് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ വിദഗ്ധനാണ്. അപ്പൊ ഏകദേശം 2-2.5 ലക്ഷം വരും മുട്ടുമാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ. ഇപ്പൊ കൂടുതൽ ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടായതുകൊണ്ട് ആ ഓപ്പറേഷൻ വ്യാപകമായിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്ടറോട് ഒരു രോഗി ചോദിക്കണ്, പിന്നെ ഈ മുട്ട് കൃത്രിമ മുട്ട് വെക്കുമ്പോ അത് എത്ര ഗ്യാരണ്ടി ഉണ്ടാവും? ഈ ഡോക്ടറോട് ചോദിക്കണല്ലോ എത്ര ഗ്യാരണ്ടി ഉണ്ടാവും? അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഒരു 10-25 കൊല്ലം ഏതായാലും ഉണ്ടാവും, കാരണം അമേരിക്കന്റെ സാധനമാണ്. പക്ഷെ നിങ്ങളെ ഗ്യാരണ്ടി എനിക്ക് പറയാൻ കഴിയില്ല. ഈ മുട്ടിന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം, 10-25 കൊല്ലം ഉണ്ടാവും, കാരണം അമേരിക്കന്റെ സാധനം. നിങ്ങളെ ഗ്യാരണ്ടി എനിക്ക് പറയാൻ കഴിയില്ല. അയാൾക്ക് സംഭവിച്ചത് അതേമാതിരിയാണ്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് അയാൾ മരിച്ചു പോയാൽ. അരിച്ചു നോക്കൂ, സ്ട്രോക്ക് വന്നിട്ട് കഴിഞ്ഞിട്ട് വീണു, ആള് മരിച്ചു. രക്തം അടിച്ചു കയറി, തലച്ചുള്ളിലേക്ക് രക്തം അടിച്ചു കയറി, ആള് മരിച്ചുപോയി. മുട്ടിന് യാതൊരു കംപ്ലൈന്റും ഇല്ല, പക്ഷെ ആള് പോയി. മുട്ടിന് കേടുണ്ടാവില്ല, മുട്ടിട്ട ആള് ചിലപ്പോ പോയി. കാരണം ഒരു ഗ്യാരണ്ടി വാറണ്ടി ഇല്ലാത്ത മനുഷ്യനാണ്. അതല്ലേ പണ്ട് ചൈനക്കാർ പറഞ്ഞത്, നിങ്ങൾക്ക് ഗ്യാരണ്ടി തരണില്ലല്ലോ വാറണ്ടി തരണില്ലല്ലോ നിങ്ങളെ സാധനത്തിന് എന്ന് പറഞ്ഞപ്പോ, മനുഷ്യന് ഗ്യാരണ്ടി വാറണ്ടി തരാണെങ്കിൽ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരണ്ടി വാറണ്ടി തരാം. അപ്പൊ അതാണ് മനുഷ്യൻ. നിസ്സാരനാണ് മനുഷ്യൻ, നിസ്സാരനാണ് മനുഷ്യൻ. യൗമ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ, നീ ആ രംഗത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. നീ മരിച്ചു പോകേണ്ടവനാണല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റി നിൽക്കൂല. അമ്മായിയും മരോടും തെറ്റ്, മൂത്തച്ചി മളച്ചിയും തെറ്റ്, ബാപ്പി മോനും തെറ്റ്, എളാപ്പി മൂത്താപ്പി തെറ്റ്, ഇങ്ങനെ 100,000 ചെറിയ ചെറിയ കാരണങ്ങളെ തുടർന്ന് തെറ്റി നിൽക്കുകയാണ്. നിസാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മത്സരിച്ച് വെറുതെ വാശി പിടിക്കുകയാണ്. എനിക്കറിയാം ഒരാളെ കുറിച്ച്, അയാൾ മരിച്ചപ്പോ ഞാൻ നേരെ അവിടെ ഉണ്ട്, ആ വീട്ടിൽ ഞാൻ ഉണ്ട്. അയാളെ മയ്യത്ത് എടുത്തപ്പോ ഗേറ്റിങ്ങിലൂടെ മയ്യത്ത് ഇങ്ങനെ എടുക്കണ്. അപ്പൊ ഒരാള് പറയണേ, ആ ഗേറ്റിങ് ഒരു തേക്കിന്റെ മരണ്ട്, വലിയൊരു തേക്കിന്റെ മരണ്ട്, വലിയ തേക്കാ. അപ്പൊ ഒരാള് പറയണ, ഈ മയ്യത്ത് കെട്ടില്ലോ, അപ്പൊ ഈ തേക്കും കൂടി കണ്ട് കുടിച്ചാലോ? കാരണം അത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കാരണം ഇയാളൊന്നും ഈ തേക്കിന്റെ പേരിൽ അയൽവാസികളോട് തിരക്കായിരുന്നു. എന്നും ഇത് ഇന്റേതായ അയൽവാസികൾ ഇയാളറിയും ഇന്റേതാണ്. അങ്ങനെ എന്നും അരികത്തേറ്റ് ഇറങ്ങുക, അതിരങ്ങട്ടാക്കുക, അതിരിങ്ങട്ടാക്കുക, കുറെ ആണ്ട് മാന്തും, കുറെ ഇങ്ങോട്ട് മാന്തും. ഓലിങ്ങോട്ട് കൈക്കോട്ടെ അങ്ങോട്ട് മാന്തുക, ഇയാൾ വേറെ അതിനെക്കാട്ടും വലിയ കൈക്കോട്ടെ ഇങ്ങോട്ടും മാന്തുക. ഉറക്കത്തിൽ ഇയാൾ മരിച്ചുപോയി. ഉറക്കത്തിൽ എന്നും ഈ തേക്കിന് വേണ്ടിയ പട. അപ്പൊ മയ്യത്തിലിട്ടപ്പോ കൂടെയുള്ളവർ പറയാണ്, ഇയാളപ്പൊ ഈ തേക്കും കൂടിയാണ് കുടിച്ചാലോ പള്ളിക്കാട്ടിൽ കയറി. കാരണം ജീവിച്ച മുഴുവൻ ഈ തേക്കിനാ. തേക്ക് അവിടെ ഉണ്ട്, ഇപ്പോഴും ആ തേക്ക് അവിടെ ഉണ്ട്. ആ മനുഷ്യ പോയിട്ട് കൊല്ലങ്ങളായി. ഇതാണ് മനുഷ്യ. വെറുതെ തിരക്ക് കൂടല്ലേ, വെറുതെ മത്സരിക്കല്ലേ. റബ്ബിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട് എന്ന ബോധത്തിൽ ജീവിച്ചാ മതി എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു ബോധം കിട്ടാനാണ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ.
അങ്ങനെ ഒരു ബോധം കിട്ടാനാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളും ഇത്തരത്തിലുള്ള പരിപാടികളും ഇത്തരത്തിലുള്ള ദിക്റിന്റെ ഹൽഖകളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരം പരിപാടികളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഈമാനികമായ ഊർജം ലഭിക്കുകയാണ്. പടച്ചോനെ, എന്റെ അവസ്ഥ എന്താണ്, എന്നൊക്കെ റബ്ബ് സ്വീകരിക്കുമോ എന്നൊരു പേടിയും ബേജാറും നമ്മളിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ നിസ്കാരത്തിനൊരു ഈമാനുള്ള നിസ്കാരമായി നമ്മുടെ നിസ്കാരം മാറും. പടച്ചോനെ എന്നൊരു ബോധത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ തോന്നും. പടച്ചോനെ എന്നൊരു ബോധത്തോടു കൂടി റുക്കൂ ചെയ്യാൻ തോന്നും. പടച്ചോനെ റബ്ബേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകുമോ എന്ന പേടിയോടെ സുജൂദ് ചെയ്യാൻ തോന്നും. മറ്റേത് നമുക്ക് നിസ്സാരമാണ് നിസ്കാരം, ഇബാദത്തുകളൊക്കെ നിസ്സാരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ അവസാനത്തെ ഇബാദത്താകുമോ എന്ന പേടിയിൽ ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു. ഇശ നിസ്കരിക്കുമെന്ന് ആര് പറഞ്ഞു? ഇശ നിസ്കരിക്കുമെന്ന് ആര് പറഞ്ഞു? അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആര് പറഞ്ഞിട്ടില്ലല്ലോ അത്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ പടച്ചോനെ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകുമോ എന്ന പേടിയോടുകൂടി നിസ്കരിക്കണം. നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോ പടച്ചോനെ, ഇതെന്റെ അവസാനത്തെ അവസരമാണെങ്കിലോ, സദഖ കൊടുക്കാനുള്ള എന്റെ അവസാനത്തെ അവസരമാണെങ്കിലോ എന്ന് മനസ്സിലാക്കി നമ്മൾ ആത്മാർത്ഥമായി സദഖ ചെയ്യണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്. വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയഅതിയ അഹദകുമുൽ മൗത്. വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയഅതിയ അഹദകുമുൽ മൗത് ഫയഖുൽ റബ്ബി ലൗലാ أخرتني إلى أجل قريب فأصدق وأكن من الصالحين. പരിശുദ്ധ ഖുർആൻ. വഅൻഫിഖു, നിങ്ങൾ നന്നായി കൊടുത്തോളി മക്കളെ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്തോളി, പിടിച്ചു വെക്കണ്ട. കോടാന കോടി ആസ്തിയില്ലേ നമുക്ക്. മനുഷ്യ, നീ എന്തിനു പിടിച്ചു വെക്കണം? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ നിങ്ങളുടെ സ്വത്ത്. ആ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ എന്തിന് നിങ്ങൾ മടിക്കണം? കാരണം മനുഷ്യ, നീ മരിച്ചു പോകേണ്ടവനല്ലേ. മരിക്കാനുണ്ടാവുമ്പോ എല്ലാവർക്കും തോന്നും എന്റെ മൊത്തം സ്വത കൊടുത്താലോ. അതാ ഖുർആൻ പറയുന്നത്. ഫയഖുൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. പടച്ചോനെ, എന്റെ ആധാരം മൊത്തം ഞാൻ നാട്ടിൽ കൊടുത്തോളാം, ദീനിന് വേണ്ടി കൊടുത്തോളാം, പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം, സ്ഥാപനത്തിൽ കൊടുത്തോളാം, എന്റെ മുഴുവൻ ബിസിനസ് സാമ്രാജ്യവും ഞാൻ ദീനിന് വേണ്ടി സദഖ ചെയ്തു കൊള്ളാം എന്ന് മനുഷ്യൻ പറയുന്ന ഒരു ഘട്ടം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. മനുഷ്യ, ഈ ഘട്ടം വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിനെ കുറിച്ച് ബോധം വേണം. നിന്റെ സ്വത്ത് റബ്ബ് തന്നതാണ്. നമ്മുടെ സ്വത്ത് റബ്ബ് തന്നതാണ്. നമ്മുടെ ആരോഗ്യം റബ്ബ് തന്നതാണ്. നമ്മുടെ ആഫിയത്ത് റബ്ബ് തന്നതാണ്. നമ്മുടെ മക്കളെ റബ്ബ് തന്നതാണ്. നമ്മുടെ കിഡ്നി റബ്ബ് തന്നതാണ്. നമ്മുടെ ഹാർട്ട് റബ്ബ് തന്നതാണ്. ഹാർട്ടിന്റെ മിടിപ്പ് റബ്ബ് തന്നതാണ്. എത്രയാണ് ഒരു മനുഷ്യന്റെ ഹാർട്ടിന്റെ മിടിപ്പെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എത്രയുണ്ടാകുമെന്ന് ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വലിയ ഹോസ്പിറ്റലിൽ എത്തിയാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ കൈമലർത്തുന്ന രംഗം നമ്മൾ എത്ര കണ്ടതാണ്. കാരണം ഇത്ര മിടിക്കണമെന്ന് ഈ ഹൃദയത്തിന് റബ്ബിന്റെ ഓർഡറാണ്. മോനെ, നീ ഇത്ര മിടിച്ചിരിക്കണം. ആ ഓർഡർ അനുസരിച്ച് ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അത് മിടിച്ചുകൊണ്ടിരിക്കും. ആ ഓർഡർ അങ്ങ് തീരുമ്പോ, ആ എണ്ണം അങ്ങ് തീരുമ്പോ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അതങ്ങ് ഓഫാകും. നമ്മൾ മോട്ടർ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ മോട്ടർ അങ്ങ് ഓഫാക്കും. ഇതുപോലെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായി നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മുടെ കണ്ണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മുടെ കാതുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മലമൂത്ര വിസർജനാദി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് യാതൊരു വിഷമവും നമുക്ക് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ അടുത്ത് എന്റെ ഒരു സുഹൃത്തിന് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒരു മൂത്രമൊഴിക്കാൻ പോകുന്ന ശീലമുള്ള സഹോദരനാണ്. ഒരു 3:30 എണീറ്റിട്ട് മൂത്രമൊഴിക്കാൻ പോയി നോക്കുമ്പോ ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാനുണ്ട്, പക്ഷെ മൂത്രം അങ്ങോട്ട് പോരുന്നില്ല. അതിശക്തമായ വേദന, അതിശക്തമായ വേദന അടിവയറ്റിൽ. ഉടനെ മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ എങ്ങനെങ്കിലും എവിടെയെങ്കിലും എന്നെ എത്തിക്കണം,
പെര വിറ്റിട്ടാണെങ്കിലും എന്നെ ചികിത്സിക്കണം മോനെ എന്ന് ആ മകനെ വിളിച്ച് ആ ബാപ്പ പറയുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു വിഷമങ്ങൾ വന്നാൽ പെര വിറ്റാലും വേണ്ടിയില്ല, വണ്ടി വിറ്റാലും വേണ്ടിയില്ല, പറമ്പ് വിറ്റാലും വേണ്ടിയില്ല, പടച്ചോനെ എനിക്ക് വേദന ഒന്ന് മാറിക്കിട്ടണം എന്നാണ് മനുഷ്യന് തോന്നുക. അത് വരെ ഇറുക്കി പിടിച്ച് ജീവിച്ച മനുഷ്യൻ നെഞ്ചൊന്ന് വേദന മര്യാദക്ക് കൊണ്ട് തുടങ്ങിയാല്, അല്ലെങ്കിൽ അടിവയറ്റിൽ വേദന കണ്ട് തുടങ്ങിയാല് കംപ്ലീറ്റ് വിറ്റോളിയും എന്നാലും വേണ്ടില്ല എനിക്ക് വേദന മാറിക്കിട്ടണം എന്നാണ് മനുഷ്യൻ പറയുക. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ മോൻ പിന്നെ എന്നോട് പറയണേ ഈ ബാപ്പാക്ക് മാറി ഭേദമായി. പക്ഷെ മോൻ പറയണേ ബാപ്പ എന്നോട് ആ നേരത്തെ പറഞ്ഞത് പെര വിറ്റാലും വേണ്ടില്ല മോനെ ഈ വേദന മാറിക്കിട്ടണം, എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കിടന്ന് പെടയാണ് മനുഷ്യൻ. എത്ര വയസ്സുണ്ട്? 10-60 വയസ്സുണ്ട്. ഈ 10-60 കൊല്ലം മൂപ്പർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മലമൂത്ര വിസർജനാദി കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണത്. ഒന്ന് ചെറിയൊരു ബ്ലോക്ക് വന്നു, അപ്പോഴേക്കും വേദനയിൽ പുളയാൻ തുടങ്ങി മനുഷ്യൻ. എത്ര നിസ്സാരം! നമ്മളിതിങ്ങനെ നോർമലായി എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണ്. എപ്പോഴും ദാക്കിറായി മാറണമെന്ന്. അതുകൊണ്ടാ ദീന് പഠിപ്പിക്കുന്നത് പടച്ചോനെ എന്നുള്ളൊരു ബോധം. ഭക്ഷണം ഇങ്ങനെ ഇറക്കുമ്പോ പടച്ചോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റബ്ബനെ ഓർത്തുകൊണ്ട് മോനെ ഭക്ഷണം കഴിക്കണം. കാരണം ഇതിങ്ങനെ ദീ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വയറ്റിക്കെത്തുന്നത് കുറച്ചത് കഴിയുമ്പോ വയസ്സാണ്ടാകുമ്പോഴേ ഇതിൽ കൂടെ ഇറങ്ങി കിട്ടൂല. അപ്പൊ ഡോക്ടർമാർ പറയും അതിനുള്ള താക്കത്ത് പോയിക്കണേ, ഇനി മൂക്ക് കൂടെ ട്യൂബിടണം എന്ന് പറയും. അപ്പോഴാണ് മനുഷ്യൻ ആലോചിക്കുക പടച്ചോനെ 19 കൊല്ലം ഈ വായിലൂടെ എത്ര മനോഹരമായിട്ടാണ്, സുന്ദരമായിട്ടാണ് എന്തൊക്കെ തരം ഭക്ഷണങ്ങളാ കഴിച്ചത്, എത്ര ഐറ്റം കോഴികളാ നമ്മൾ തിന്നത്, എത്ര ഐറ്റം ഇറച്ചികളാ നമ്മൾ തിന്നത്, എത്ര ഐറ്റം ബിരിയാണികളാ നമ്മൾ തിന്നത്, എത്ര ഐറ്റം ഭക്ഷണങ്ങളാ നമ്മൾ കഴിച്ചത്. ഇതെല്ലാം പോയത് കോഴി പലതരം, പക്ഷെ പോയതൊക്കെ ഈ വഴിയിലൂടെ തന്നെയാണ്. ബിരിയാണി പലതരം, പോയതൊക്കെ ഈ വഴിയിലൂടെ തന്നെയാണ്. എത്ര തരം ജ്യൂസുകൾ നമ്മൾ കുടിച്ചു, പോയതൊക്കെ ഈ വഴിയിലൂടെ തന്നെയാണ്. അങ്ങനെ കുറേയാണ്ട് കഴിയുമ്പോ ഈ മെഷീൻ ഓഫാകണം. ഈ മെഷീൻ ഓഫാകണല്ലോ, അതാൻ്റെ നിർണയം ഉണ്ടല്ലോ. അപ്പൊ മെഷീൻ ഓഫാകണം. ഓഫാകുന്നതിന് മുമ്പ് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അങ്ങനെയുള്ള നമ്മളെ പെരീപ്പൽ മെഷീനും അങ്ങനെ തന്നെയാണല്ലോ. കേടരാനാണിന് മുമ്പ് ഇടക്കിടക്ക് നിൽക്കൽ തുടങ്ങും. പിന്നെ പിന്നെ റിപ്പയറിങ്ങിന് വിധേയമാക്കുമ്പോൾ ഒരു 2000 റുപ്യ 1500 റുപ്യ ഒക്കെ ചെലവാക്കേണ്ട ഒരു പണി എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെറിയ പ്രശ്നം കാരണം ഒന്ന് സോൾവ് ആക്കും. പിന്നെ കുറെ ആണ്ട് ഓടും, പിന്നെ നിൽക്കൽ തുടങ്ങും. ഇങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ശരീരവും. കുറെ അവിടെ വേദന തുടങ്ങും, ഇവിടെ വേദന തുടങ്ങും, അവിടെ വലി തുടങ്ങും, കുമ്പിടാൻ വയ്യാതാവും, നിൽക്കാൻ വയ്യാതാകും, ഭക്ഷണം വേണ്ടത്ര കഴിക്കാൻ വയ്യാതാവും. ആദ്യം മധുരം പോവും, പിന്നെ ഇറച്ചി പറ്റൂലെന്നാവും, പിന്നെ എന്താണ് പിന്നെ കൊഴുപ്പുള്ളത് പറ്റൂലെന്നാവും, കൊളസ്ട്രോളായി, പ്രഷറായി, തലങ്ങും രോഗങ്ങൾ. അതൊക്കെ പോകാനായതിന്റെ ലക്ഷണമാണ്. ഒരു മുടി നരച്ചു കഴിഞ്ഞാൽ മനുഷ്യ ആലോചിക്കണം, പോകാനായതിന്റെ ലക്ഷണമാണ്. ഒരു മുടി നരച്ചാൽ ഒരു മുടി നരക്കുമ്പോ ആ മുടി മറ്റേ കറുത്ത മുടിയോട് പറയുന്നുണ്ട് മോനെ ഒരുങ്ങിക്കോ പോകാനായി. ഒരു മുടി നരക്കുമ്പോ നരക്കാത്ത മുടിയോട് നരച്ച മുടി പറയുന്നുണ്ട് ഒരുങ്ങിക്കോ പോകാനായി. ഇതാണ് മനുഷ്യൻ. അപ്പൊ ഒരു കടുത്ത വേദന വന്നു കഴിഞ്ഞാൽ, ഒരു കടുത്ത വിഷമം വന്നു കഴിഞ്ഞാൽ, ഒന്ന് മൂത്രയിക്കാൻ കഴിയാതായി കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അപ്പൊ മനുഷ്യ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വസ്ഥമായി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ കക്കൂസിലേക്ക് കടക്കുമ്പോ, നമ്മൾ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോ, മൂത്രയിക്കാൻ പോകുമ്പോ നമ്മൾ ദിക്ർ ചൊല്ലണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്. കടക്കുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലി അങ്ങോട്ട് കടക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മോനെ അല്ലാഹുവിനെ ആലോചിക്കണം, അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ടും ദിക്ർ ചൊല്ലണം. കാരണം ഇത് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണ്. ഇതിങ്ങനെ സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോ മൂത്രം പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്രായമാകുമ്പോഴേ ഒഴിക്കാൻ ഉദ്ദേശിക്കുമ്പോഴേക്കും പോകലുടങ്ങും. ബാത്റൂം കണ്ട എത്തൂല, അതിന്റെ മുമ്പ് പോകലുടങ്ങും. തുണിയിലാകലുടങ്ങും, വണ്ടിയിലാകലുടങ്ങും, നമ്മള് പൊതുസ്ഥലത്താണെങ്കിൽ അവിടെ ആകലുടങ്ങും. അങ്ങനെ അപ്പൊ ഡോക്ടർ പറയും ഇത് പിന്നെ ഒരു യൂറിൻ ബാഗ് കൂടെ കരുതണം. അങ്ങനെ ആകലുടങ്ങും. പിന്നെ മൂത്രം കൂടെ പോരാതാകുമ്പോ കത്തീറ്റർ മൂത്രത്തിൽ പൈപ്പ് ഇടണമെന്ന് ഡോക്ടർമാർ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഈ മൂത്രത്തിന് പൈപ്പിടുന്ന രംഗം കണ്ടിട്ടുണ്ട്. ആ വ്യക്തി കിടന്ന് പെടയുന്ന ഒരു രംഗമുണ്ട്. മൂത്രത്തിന് പൈപ്പിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഞാൻ രോഗിയുടെ അടുത്ത് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗി
ഇട്ട പൈപ്പ് ഒരൊറ്റ വലി, കഠിന വേദനയും. വേറെ വേദന അയാൾക്കുണ്ട്, വേറെ കുറെ വേദനകൾ അയാൾക്കുണ്ട്. ആ വേദനയിൽ സഹിക്കട്ടപ്പോ ആ കത്തിയത്തിലുള്ള ഒരൊറ്റ വലി, രക്തമങ്ങ് ചീറ്റുപോയ തൊട്ടടുത്ത ക്യാബിനിലേക്ക് വരെ രക്തമെത്തി. മനുഷ്യന്റെ ഒരു നിസ്സഹായത സഹോദരങ്ങളെ ആലോചിക്കുക. അതുകൊണ്ടാ ദീൻ പഠിപ്പിക്കുന്നത്, മനുഷ്യ അഹങ്കരിക്കരുത്. നിന്നെ പടച്ച റബ്ബിനെ ആലോചിച്ച് ജീവിക്കണം. നിനക്ക് ഹാർട്ട് തന്ന, നിനക്ക് ലിവർ തന്ന, നിനക്ക് കിഡ്നി തന്ന, ഇതൊക്കെ അങ്ങനെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരന് എന്നോട് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഒരു പ്രായമുള്ള പിന്നെ വലിയ ബന്ധമുള്ള ഒരാളാണ്. മൂപ്പരിനോട് ഇപ്പൊ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. മൂപ്പരിനോടൊന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു, അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞു. വരുമ്പോ ഒരു കുപ്പിവെള്ളം കൈ കരുതണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു മന്ത്രിക്കാനോ മറ്റോ ആയിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു കുപ്പിവെള്ളവുമായി ചെന്ന ഉടനെ തന്നെ വലിച്ചോട്ട് കുടിച്ചു ഒറ്റടിക്ക്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ എന്റെ കിഡ്നി പോയിട്ട് കുറച്ചായി. ഇപ്പോ അടുക്കള പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം വെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ എനിക്ക് കൊടിയ ദാഹവും കഠിന ചൂടുമുള്ള ഒരു സമയമാണ്. അടുത്ത വേനലിന്റെ ടൈമാണ്. നമ്മളൊക്കെ ഇഷ്ടംപോലെ ലിറ്റർ കണക്കിന് വെള്ളം ഇഷ്ടംപോലെ കുടിച്ച് നടക്കുന്ന ഒരു സമയമാണ്. ഈ മനുഷ്യനപ്പൊ കഠിന ദാഹം വന്നിട്ട് കിച്ചണിലേക്ക് പോയപ്പോ, ഇയാളുണ്ടാക്കിയ വീടാണത്, പക്ഷെ പെണ്ണുങ്ങൾ പൂട്ടിയിട്ടിരിക്കുക. ആരാ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞിട്ട്. കാരണം വെള്ളം ഓവറായിട്ട് അങ്ങോട്ട് എത്തിയാൽ കാലങ്ങോട്ട് ചീർക്കും. കിഡ്നിന്റെ പ്രവർത്തനമൊക്കെ നിന്നതുകൊണ്ട് കാല് ചീർത്ത് പൊട്ടും. അപ്പൊ അതുകൊണ്ട് വെള്ളം എന്ത് ചെയ്യരുത്, അമിതമായി കുറഞ്ഞ അളവിൽ 1/2 ഗ്ലാസ്, 1 ഗ്ലാസ്, 1.5 ഗ്ലാസ് ഒക്കെ ഒരു ദിവസം 24 മണിക്കൂറിനിടയിൽ കുടിക്കുന്നത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പെണ്ണുങ്ങള് കൂട്ടിയിട്ടിരിക്കാണ് കിച്ചന്റെ വാതിൽ. ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ കുടുങ്ങിയിട്ട് ഇന്നിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ കൊണ്ടുതരണം, ഒന്ന് കുടിക്കാനാണെന്ന് പറഞ്ഞ് ഇത് വലിച്ചാണ്ട് കുടിക്കാണ്. എന്റെ പെണ്ണുങ്ങൾ കാണുണ്ടോന്ന് അത് ബേജാറിന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുവാണ്. ഇതാണ് മനുഷ്യൻ. ഇയാൾ ഉണ്ടാക്കിയ വീടാണത്. ഇയാൾ UAE നിന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത്. ഇയാള് കെട്ടിക്കൊടുന്ന പെണ്ണാണത്. പക്ഷെ ഡോക്ടർമാര് പറയുന്നതേ പെണ്ണുങ്ങൾ കേൾക്കും. ലാസ്റ്റ് അങ്ങോട്ട് കുഴങ്ങുമ്പോൾ വെയ്യാതാകുമ്പോ ബദങ്കിടാന്ന് പറയും. പഴയ മലയാളത്തിൽ ബദങ്കിടാന്ന് പറയും. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളിങ്ങനെ കുഴങ്ങിയാല് പിന്നെ എല്ലാവരും കൂടി താങ്ങി കുടിച്ചാലാണ്. നമുക്കിങ്ങനെ സ്വന്തം നടക്കാൻ കഴിയുമ്പോഴുള്ള ഒരു ബോധം ഉണ്ടല്ലോ, എനിക്കെല്ലാവർക്കും കഴിയും തോന്നും. പക്ഷെ ഒന്നങ്ങട്ട് കുഴങ്ങിയാൽ മതി, ആൾക്കാരെല്ലാവരും കൂടി താങ്ങി കുടിച്ചാൽ. അപ്പോ മനുഷ്യ കുഴങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാനെ മറക്കാതിരിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ, എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഇത്തരം മജ്‌ലിസുകൾ വന്നിരിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ, ഈ സാധുക്കളായ നമ്മെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നമുക്ക് അള്ളാഹു തരാതിരിക്കട്ടെ, അള്ളാഹു നമ്മെ കൊടുക്കാതിരിക്കട്ടെ, അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ എപ്പോഴും മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ ദ്വാരക്കണം. ഇവിടെ വെള്ളിയാഴ്ച രാവിലെ ആണല്ലോ സാധാരണഗതിയിൽ പരിപാടി നടക്കാറുള്ളത്. വളരെ മുബാറക്കായ രാത്രിയാണ്, വളരെ പ്രാധാന്യമുള്ള രാത്രിയാണ്. ഈ രാത്രി നമ്മളെ ബാപ്പാര് മരിച്ചുപോയിട്ടുണ്ട്, ഉമ്മാര് മരിച്ചുപോയിട്ടുണ്ട്. നമ്മളെ ആറ്റ് നോറ്റ് വളരെ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ മാതാപിതാക്കൾ ഓരൊക്കെ എത്ര കാലായി പോയിട്ട് കബറെത്തിയിട്ട് എത്ര കാലായി. ഇവരൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. അവരെ നമ്മൾ മറക്കാതെ നിൽക്കുമ്പോഴേ നമ്മളെ മക്കള് നമ്മളെ മറക്കാതിരിക്കുള്ളൂ. അവരാണ്ട് നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് വേണ്ടിയും മക്കള് ദ്വാരക്കുള്ളൂ, ആണ്ടിന് പരിപാടി നടത്തുള്ളൂ, ആണ്ടിന് ദ്വാര ഉണ്ടാക്കുള്ളൂ. അപ്പോഴും നമ്മൾ നാട്ടിലേക്ക് ഭക്ഷണം കൊടുത്ത് ദ്വാരപ്പിക്കുള്ളൂ. നമുക്ക് ആ ബോധം ഉണ്ടാകണം. മനുഷ്യനെ എൻ്റെ വാപ്പ, മനുഷ്യനെ എൻ്റെ അമ്മ, അവരൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകണം. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. ഇങ്ങനത്തെ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ മനുഷ്യനെ എൻ്റെ വാപ്പ പള്ളിക്കാട്ട് കിടക്കുകയാണ്, എൻ്റെ ഉമ്മ പള്ളിക്കാട്ട് കിടക്കുകയാണ്, എൻ്റെ ഭർത്താവ് പള്ളിക്കാട്ട് കിടക്കുകയാണ്. റബ്ബേ, ഈ ഒരു ബോധത്തിൽ നമ്മൾ ആമീൻ പറയണം. മനുഷ്യനെ അവർക്കൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണം, അവർക്ക് മർഹമത്ത് കൊടുക്കണം എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. പടച്ചോനെ കുഴക്കരുത് റബ്ബേ, കൊടുക്കരുത് റബ്ബേ, എൻ്റെ മക്കളെ നന്നാക്ക് റബ്ബേ. നമ്മളെ തട്ടിക്കൊട്ടുന്ന ഒരു മക്കളാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ദ്വാരന്നുകൊണ്ടിരിക്കണം. കാരണം ഇപ്പോഴത്തെ കാലാണ് മക്കൾ നന്നായി കിട്ടുക എന്നുള്ളത് ചില്ലറ സംഭവമല്ല, വളരെ ഗൗരവമേറിയ ഇപ്പൊ അടുത്ത് ഒരാൾ മരിച്ചപ്പോ മൂപ്പർക്ക് 5 ആൺകുട്ടികളുണ്ട്, 5 6 ആൺകുട്ടികളുണ്ട്. ഇയാൾ മരിച്ചിട്ട് ആണ്ട് കഴിച്ചത് മരുമകൻ, ആണ്ട് കഴിച്ചത് 2 പെൺകുട്ടികളാണ്. ഇതിൽ ഒരു മരുമകനാണ് ആണ്ട് കഴിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ആണ്ടിന്റെ ആൺകുട്ടികൾ കഴിക്കാൻ അത് മൂത്തവനോട് അറിയാപ്പോ പറഞ്ഞ് മറ്റോ കഴിച്ചോട്ടെ, മറ്റവനോട് അറിയപ്പോ പറഞ്ഞ് മറ്റോ കഴിച്ചോട്ടെ, മറ്റവനോട് അറിയാൻ മറ്റോ കഴിച്ചോട്ടെ. ഇങ്ങനെ 5 ആളും അങ്ങോട്ട് കൂടി തട്ടുക. കോഴിക്കോട് സ്ഥലം ഇഷ്ടം കോടാന കോടി രൂപന്റെ ആസ്തിയും പറമ്പും ബിസിനസ്സുള്ള മനുഷ്യനാണ് ഈ മരിച്ചു പോയത്. മുഴുവൻ മക്ക പോയി, മുഴുവൻ മക്ക കണ്ട്. അയാൾ ആണ്ട് നടത്തിക്കണ്ടേ ഒരു നെയ്ച്ചോറും പോത്തും നാട്ടുകാർ കൊടുത്ത്